മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കർണാടകയിലെ അങ്കോളയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 6 പേർ മരിച്ചു. ടാങ്കർ ലോറി ഉൾപ്പെടെ സമീപത്തെ പുഴയിലേക്ക് വീണു. വാഹനങ്ങളിൽ സഞ്ചരിച്ചവരുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. മണ്ണിനടിയിൽ കുടുങ്ങിയ ലോറികളിൽ ഒന്നിൽ മലയാളിയുമുണ്ടെന്നാണ് വിവരം. കോഴിക്കോട് സ്വദേശി അർജുനാണ് മണ്ണിനടിയിലുള്ളത്. അർജുനെ കാണാതായ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ കാസർഗോഡ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കെ വി ബൈജു നമുക്കൊപ്പമുണ്ട്. ബൈജു, ഞെട്ടിക്കുന്ന കാര്യമാണ്. മലയാളിയായ ഡ്രൈവർ, ഒന്നിതൊരു വലിയ അപകടമാണ്, 6ഓളം പേരുടെ മരണത്തിനിടയാക്കിയ വലിയ ദുരന്തമാണ്. അതിനുമപ്പുറം ഈ മലയാളിയായ ഒരു ഡ്രൈവർ, അദ്ദേഹം കഴിഞ്ഞ 3 ദിവസത്തിലധികമായി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് എത്ര കണ്ട് ഭീതിതമായ സാഹചര്യമാണ്. ആദ്യം തന്നെ എന്താണ് ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് ബൈജു? തീർച്ചയായും സജിത്തെ, ഇത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന അതുപോലെ തന്നെ വലിയ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ചൊവ്വാഴ്ച രാവിലെയാണ് ഉത്തര കർണാടക ജില്ലയിലെ ശിരൂരിൽ വലിയൊരു കുന്ന് അപ്പാടെ ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനം പൂനെ മംഗളൂരു പ്രധാന ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. ചൊവ്വാഴ്ചയായിരുന്നു ഇത്തരത്തിൽ അപകടം നടന്നത്. നമുക്ക് ഈ കോഴിക്കോട് സ്വദേശിയായ അർജുനെ കാണാതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം രാവിലെ 8 മണിക്ക് ഇന്ന് വിളിച്ചപ്പോൾ ഈ അർജുന്റെ ഫോൺ മുഴുവൻ റിങ് ചെയ്തിരുന്നു. പക്ഷേ ഫോൺ എടുത്തിരുന്നില്ല. പക്ഷേ ഫോൺ ഇന്ന് റിങ് ചെയ്തിരുന്നു. രാവിലെ 8 മണിക്ക് കുടുംബം വിളിച്ചപ്പോൾ മുഴുവനും റിങ് ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാരത് ബെൻസ് ലോറിയാണിത്. ഈ ഭാരത് ബെൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയൊരു വിവരം, ഈ വണ്ടിയുടെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ ഓണായി കിടന്നിരുന്നു. മാത്രമല്ല, ഇതിൽ ഇന്ധനവും മറ്റും അരട്ടാക്കി ഇന്ധനവും ഇതിൽ കാണുന്നുണ്ട്. ഏതായാലും വണ്ടിയുടെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ ഓണായി നിലയിൽ കാണപ്പെട്ടു. GPS സംവിധാനം വഴി പരിശോധിച്ചപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ അതേ സ്ഥലത്ത്, അതായത് മണ്ണിനടിയിലാണ് ഈ ലോറി ഇപ്പോഴും ഉള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടന്ന് ഇപ്പോൾ ഇന്നേക്ക് 4ാം ദിവസം ആകുമ്പോഴും ഇതിനെക്കുറിച്ച് ഈ സർക്കാരിന്, അതായത് കർണാടക സർക്കാരിന് ഏതെങ്കിലും തരത്തിലൊരു സ്ഥിരീകരണം ലഭിക്കുന്നില്ല എന്നതാണ്. തുടക്കത്തിൽ 6 പേർ മരണപ്പെട്ടു എന്നായിരുന്നു വിവരമെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 12 പേരാണ് ഈ അപകടത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രദേശം എന്ന് വെച്ചാൽ ഈ ലോറിക്കാരൊക്കെ താവളമായി വെക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി ലോറികൾ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ നിർത്തിയിടുന്ന ഒരു പതിവുണ്ട്. ആ ഒരു സ്ഥലത്താണ് വലിയൊരു കുന്ന് അപ്പാടെ ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണത്. ഇതിന് തൊട്ട് സമീപത്തായാണ് ഗംഗോത്രി നദിയുള്ളത്. ഈ ഗംഗാവതി നദിയിലേക്ക് ഒഴുക്കിൽ പെട്ട മറ്റ് മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെത്തുന്ന സാഹചര്യം. എന്തായാലും 12 പേർ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലും മരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. ഏതായാലും ഈ കുടുംബം ഇപ്പോഴും പറയുന്നത് വലിയ പ്രതീക്ഷയോടാണ് കഴിയുന്നത്. കാരണം അർജുന്റെ ഫോൺ ഇന്ന് രാവിലെ 8 മണിക്കും മുഴുവനായും റിംഗായി. ഏറ്റവും ഒടുവിലായി 16ാം തീയതി രാവിലെ 8 മണിക്കാണ് ഇത്തരത്തിൽ അർജുനുമായി സംസാരിച്ചിരുന്നത്. പിന്നീട് അർജുനുമായി ബന്ധപ്പെടാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ വിളിച്ചപ്പോഴും ഈ കമ്പനിയിൽ നിന്ന് വിളിച്ചപ്പോഴും അവർക്ക് സാധിച്ചില്ല. അർജുൻ തനിച്ചായിരുന്നു ഈ ലോറിയിൽ സഞ്ചരിച്ചിരുന്നത്. നേരത്തെ ഇത്തരത്തിൽ യാത്ര ചെയ്യുമായിരുന്നു. 15-20 ദിവസം കഴിയുമ്പോഴാണ് അർജുൻ തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫോൺ വിളിച്ച് കിട്ടാതായപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഇവർക്ക് മനസ്സിലാകുന്നത്. അത് കർണാടക പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ശിരൂർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം മിസ്സിംഗിന് ഇപ്പോൾ അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്രയും ദിവസമായിട്ടും എന്തെങ്കിലും ഒരു വിവരം, കൂടുതൽ വിവരം ലഭിക്കാൻ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന മറ്റൊരു വിവരം. മന്ത്രി KB ഗണേഷ് കുമാർ കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം എന്നറിയാൻ. ഏതായാലും കാസർഗോഡിന് 300 കിലോമീറ്റർ ദൂരെ വരും ഈ സ്ഥലം. പൂനെ മംഗളൂരു പ്രധാന ദേശീയപാതയിലാണ് ഇത്രയും ഒരു അപകടം നടന്നിട്ടും 4 ദിവസം കഴിഞ്ഞിട്ടും ഏതെങ്കിലും തരം ഗതാഗത തടസ്സം പോലും പൂർണ്ണമായും
ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരു പുഴയുടെ സമീപത്തുള്ള ഒരു കുന്നാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ലോറികൾ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാറുണ്ട്. ഇവിടെ വാഹനങ്ങൾ നിർത്തിയിട്ട് ഉറങ്ങുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അർജുന്റെ ലോറി ഇവിടെ പാർക്ക് ചെയ്ത് ആ സമയത്തായിരിക്കും ഈ അപകടം ഉണ്ടായത്. ഈ മണ്ണിനടിയിൽ ഇപ്പോഴും ഈ ലോറി ഉണ്ടെന്ന് തന്നെയാണ് ഭാരത് ബെൻസ് കമ്പനിയിൽ നിന്നും ഈ കുടുംബത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മറുപടി. ഇന്ന് രാവിലെ 8 മണിക്ക് ഈ ഫോൺ മുഴുവനായും റിംഗ് ചെയ്തിട്ടുമുണ്ട്. സൈത്തെ. യെസ് ബൈജു, എന്തായാലും തുടരുക. നമുക്ക് കുടുംബത്തിന്റെ പ്രതികരണം കൂടി ലഭ്യമാവുന്നുണ്ട്. എന്തായാലും അർജുനെ കാണാതായതിന്റെ ആശങ്കയിലാണ് കുടുംബം. ആ കുടുംബത്തിൽ അവർ 4 ദിവസമായി വിവരമില്ല. പക്ഷേ ഇന്ന് അല്പം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, അർജുന്റെ ഒരു ഫോൺ ഇന്ന് രാവിലെ റിംഗ് ചെയ്തു എന്നതാണ്. അത് വീണ്ടും ആ കുടുംബത്തിന്റെ പ്രതീക്ഷ നൽകിയാണ്. കുടുംബത്തിന്റെ എം കെ രാഘവൻ MP